ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടണ്ടേ. കുറേയൊക്കെ നമ്മൾ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നതാണ്. എന്നാലും ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ആദ്യം മാർച്ച് 2020 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ഈ ചാപ്റ്ററിന് ഏകദേശം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷന് ചോദിക്കാറുള്ളത്. ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ്സ് ആർ ആപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന കേസുകളിൽ അക്കൗണ്ടിങ്ങിന്റെ ഏത് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? എ. ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. ബാഡ് ഡെറ്റിന് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റിന് പ്രൊവിഷൻ വെക്കുന്നു. ഏത് കോൺസെപ്റ്റിലാണ് അത് നമ്മൾ പഠിച്ചത്? അതായത് ആൻറ്റിസിപ്പേറ്റിംഗ് ലോസ് അല്ലേ. ലോസസ് എല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് പ്രിൻസിപ്പിളിലാണ് നമ്മളത് പഠിച്ചത്? ഓക്കെ, പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം. ക്ലിയർ? ബി. ക്യാപിറ്റൽ ബ്രോട്ട് ബൈ ദി ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മൂലധനത്തെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഏത് കോൺസെപ്റ്റിലാണ് നമ്മളിത് പറഞ്ഞത്? ബിസിനസ് എൻറ്റിറ്റി എന്നോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നൊക്കെ നമുക്കിതിനെ പറയാം. ഓർക്കുന്നില്ലേ? പഠിച്ചപ്പോൾ പറഞ്ഞതല്ലേ. നെക്സ്റ്റ്, സി. മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഏതാ കീവേഡ്? മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ വർഷാവർഷങ്ങളിൽ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്തെന്നാൽ കുറേ നാളത്തേക്ക് നമ്മൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ കണക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. അതിനെന്താ പറയുന്നത്? കൺസിസ്റ്റൻസി അല്ലേ, അല്ലെങ്കിൽ സ്ഥിരത അല്ലേ. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഡി. അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. അക്കൗണ്ടിങ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട എന്ത്? മെറ്റീരിയൽ ഫാക്ട്സ് അല്ലേ. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് വേണം ഫോക്കസ് ചെയ്യാൻ അല്ലേ. ഈ കോൺസെപ്റ്റിന് എന്തെന്നാ പറയുന്നത്? മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് 4 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതാൻ പോകണ്ട. ഏത് കോൺസെപ്റ്റ് ആണെന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ഇംപ്രൂവ്മെൻറ്റ് 2019 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം. വിച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് സ്പെസിഫൈസ് ദ പ്രാക്ടീസ് ഓഫ് ക്രെഡിറ്റിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് ടു ദി ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ വർഷാന്ത്യത്തിൽ നീക്കിവെക്കുന്ന ചരക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനെ ഏത് അക്കൗണ്ടിങ് ആശയമായിട്ടാണ് നമ്മൾ എഴുതുന്നത്? നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? കോസ്റ്റ് കോൺസെപ്റ്റ് ആണോ? അല്ല. റവന്യൂ റിയലൈസേഷൻ ആണോ? അതുമല്ല. ഗോയിങ് കൺസേൺ ആണോ? അതുമല്ല. പിന്നെ ഏതാണ്? മാച്ചിങ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ദി പോളിസി ഓഫ് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. അതായത് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്, പ്രതീക്ഷിത ലാഭത്തെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല, എന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾക്കായിട്ട് നമ്മൾ കരുതൽ വരുത്തുകയും ചെയ്യുന്നു. ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണിതെന്ന് പറയാം. ഇതിനകത്ത് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് പഠിച്ചത് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ മാർക്ക് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ ടെക്സ്റ്റിൽ? അടുത്ത അതാ ചോദിച്ചിരിക്കുന്നത്. റെക്കമെൻഡ് എനി വൺ പ്രാക്ടീസ് ഓഫ് അപ്ലൈയിങ് ദിസ് കോൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്. അപ്പം ഈ ആശയം അക്കൗണ്ടിങ്ങിൽ പ്രയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ എണ്ണം നമ്മൾ അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലെ, ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ വെക്കുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോ അല്ലേ. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ വാല്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ, ഏതാണോ കുറവ് ആ കുറവ് വെച്ചിട്ടാണ് നമ്മൾ കണക്കിൽ രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റിന് എക്സാമ്പിളാണ്. ഓക്കെ. നെക്സ്റ്റ് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്.
Question number 1. While preparing financial accounts, outstanding wages is added to wages account. Identify the accounting principle related with this statement. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനിയും കൊടുക്കുവാനുള്ള കൂലി, ഇനി കൊടുക്കാനുള്ള വേജ്, അതിനെ നമ്മൾ വേജസ് അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഏതാണ്? ഇപ്പോൾ ഒരു വർഷം കൊടുക്കാനുള്ള വേജ് ആ വർഷത്തെ കണക്കിൽ തന്നെ കാണിക്കണം അല്ലേ? നമ്മൾ കൊടുക്കുവാനുണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇനിയും കൊടുക്കാനുണ്ടെന്നാണ്. അപ്പം നമ്മൾ ഇനിയും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ വർഷത്തെ തന്നെ കണക്കിൽ കാണിക്കണമെന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്? മാച്ചിങ് പ്രിൻസിപ്പിളാണ് അല്ലേ? ഓക്കെ. 2. 2018 മാർച്ചിലെ ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എ. പർച്ചേസ്ഡ് 10 kilogram ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ₹5,000 വാസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആസ് ₹5,000. അതായത് 5000 രൂപയുടെ 10 കിലോ റോ മെറ്റീരിയൽസ് വാങ്ങിയത്, 10 kilogram ഓഫ് റോ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5000 രൂപയുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു എന്നാണ്, അല്ലാതെ 10 കിലോഗ്രാം എന്നല്ല. നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മണി വാല്യൂ ആണ് അല്ലെ, 5000 രൂപയുടെ റോ മെറ്റീരിയൽ വാങ്ങിയെന്നാണ്. ഇത് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഏത് കോൺസെപ്റ്റാണ് ഇവിടെ? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അല്ലേ? അതായത് മോണിറ്ററി ടേംസിലാണ് നമ്മൾ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്, അല്ലാതെ ഇവിടെ അളവും തൂക്കവും അല്ല നമ്മൾ എഴുതുന്നത്, അതിൻ്റെ മണി വാല്യൂ ആണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ക്ലിയർ? ബി. അസറ്റ്സ് ഓഫ് ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ക്ലെയിംസ് ഓഫ് ഓണേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഒരു ബിസിനസ്സിലെ ആസ്തി എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ഇക്വിറ്റിയും അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള, അതായത് അസറ്റ്സ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി അല്ലേ? ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട് അല്ലേ? ഡ്യുവൽ ആസ്പെക്റ്റിലാണ് നമ്മളത് അക്കൗണ്ടിങ് ഇക്വേഷനൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞ് ഓർക്കുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ്, റോയൽ ഫർണിച്ചർ റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ മേക്കിംഗ് എ ഡൈനിങ് ടേബിൾ ഓൺ 10th May 2017 and they complete the work on 15th July 2017. The dining table was delivered to the customer on 20th July 2017 and received the payment on 25th July 2017. In which date this transaction will be recorded in the books of the Royal Furniture? Why? ഇതും ഞാൻ പറഞ്ഞതാണ്, ഓർക്കുന്നില്ലേ? അതായത് May 10, 2017 May 10 ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഓർഡർ കിട്ടി. റോയൽ ഫർണിച്ചറിന് അതുണ്ടാക്കുന്നതിനുള്ളൊരു ഓർഡർ കിട്ടി. 2017 ജൂലൈ 15 ഡൈനിങ് ടേബിളിൻ്റെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. 2017 ജൂലൈ 20 ആ ഡൈനിങ് ടേബിൾ കസ്റ്റമർക്ക് കൈമാറി ഡെലിവറി ചെയ്തു. 2017 ജൂലൈ 25 കസ്റ്റമർ പേയ്മെൻറ്റ് നൽകിയത്. നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഏത് ഡേറ്റിലാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്? റോയൽ ഫർണിച്ചറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഏത് ഡേറ്റിലാണ് ഈ ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തുന്നത്? ഏത് ഡേറ്റിലാണ്? ഓർക്കുന്നില്ലേ? അതായത് സെയിൽ നടന്ന ഡേറ്റ്. സെയിൽ നടന്ന എന്നാണ്? സാധനം കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് എന്നാണ്? ജൂലൈ 20th 2017 അല്ലേ? അപ്പോൾ അതായത് സെയിൽ ഇഫക്റ്റ് ചെയ്തിരിക്കുന്ന, സെയിൽ നടന്നിരിക്കുന്ന ഡേറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ ഓർഡർ കിട്ടിയ ഡേറ്റോ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റോ ക്യാഷ് കിട്ടിയ ഡേറ്റോ അല്ല. എന്നാണോ സെയിൽ നടന്നിരിക്കുന്നത് ആ ഡേറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് 20th July 2017 നമ്മൾ രേഖപ്പെടുത്തുന്നത്. പിന്നെ ഏത് കോൺസെപ്റ്റിലാണ് നമ്മളിത് പഠിച്ചത്? റവന്യൂ റിയലൈസേഷൻ അല്ലേ? അതായത് റവന്യൂ റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ള കോൺസെപ്റ്റിൽ. ക്ലിയർ? 3 മാർക്ക് കണ്ടോ? ഇത്രയും എഴുതിയാൽ മതി, വെറും 3 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ് if a business charges depreciation under written down value method and it follows the same method in the subsequent years. ഏത് കോൺസെപ്റ്റിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് പല മെത്തേഡ് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. റിട്ടേൺ ഡൗൺ ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ
ചാർജ് ചെയ്യുന്നു. കണ്ടോ, ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന വേർഡ്. ഏതാ? ഫോളോസ് ദ സെയിം മെത്തേഡ് ഇൻ ദ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. അതേ മെത്തേഡ് തുടർ വർഷങ്ങളിലും യൂസ് ചെയ്യുന്നു. ഏത് മെത്തേഡാണ് അവിടെ പറയുന്നത്? കൺസിസ്റ്റൻസി അല്ലേ? സ്ഥിരത കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓണർ ഓഫ് എ ബിസിനസ് ഈസ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസിൻ്റെ ഓണർ എന്ന് പറയുന്നത് സപ്ലയർ ആണോ? നോ. ക്രെഡിറ്റർ ആണോ? യെസ്, ക്രെഡിറ്റർ ആണ്. പിന്നെ ഡെറ്ററും അല്ല, ബോറോവറും അല്ല. അപ്പം ആൻസർ ക്രെഡിറ്റർ ആണ്. നെക്സ്റ്റ്, Arun constructed a building for ₹5 lakh for his new business concern. After 2 years, the market value of building is enhanced to ₹8 lakh. Arun 5 ലക്ഷം രൂപയുടെ ഒരു ബിൽഡിങ് തൻ്റെ പുതിയ ബിസിനസ് സംരംഭത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മാർക്കറ്റ് വാല്യൂ 5 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമായിട്ട് ഉയർന്നു. ക്വസ്റ്റ്യനെ, ഇഫ് യു ആർ ദ അക്കൗണ്ടൻറ്റ് വിച്ച് എമൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ബുക്ക്. നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ് എങ്കിൽ ഇതിൽ ഏത് എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്? വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ സപ്പോർട്ട് യുവർ റെക്കോർഡിങ്. നിങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് നിങ്ങളിത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ ഇതെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്, ഇത് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏത് പ്രൈസിൽ വേണം നമ്മൾ രേഖപ്പെടുത്തുവാനായിട്ട്? 5 lakh അല്ലേ? നമ്മൾ അക്വയർ ചെയ്തപ്പോഴുള്ള വിലയാണ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിളാണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. ഇവിടെ രേഖപ്പെടുത്തേണ്ടത് 5 lakh എന്നാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, അല്ലാതെ 8 lakh അല്ല. നമ്മൾ അക്വയർ ചെയ്തപ്പോൾ ഉള്ള വാല്യൂ എന്താണോ അതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പം അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫോളോയിങ് ടേംസ് സ്റ്റാൻഡ്സ് ഫോർ. താഴെ തന്നിരിക്കുന്ന ടേംസ് അത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് എഴുതാനാണ് ചോദ്യം. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. 3 അബ്രീവിയേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അത് 3 മാർക്കിൻ്റെ ആണ്. ഗ്യാപ്പ് എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് കേസസ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസേൺഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളാണ് താഴെ പറയുന്ന കേസിൽ പറയുന്നത്? അത് ബ്രീഫായിട്ട് ഉണ്ട്. ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ക്വസ്റ്റ്യനെ, അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഏത് കോൺസെപ്റ്റിലാണ് നമ്മളിത് പഠിച്ചത്? ഡ്യുവൽ ആസ്പെക്റ്റ് അല്ലേ? അപ്പം ഡ്യുവൽ ആസ്പെക്റ്റിലല്ലേ ഇക്വേഷനൊക്കെ എഴുതി നമ്മൾ പഠിച്ചിരിക്കുന്നത്? അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ബി, ക്യാപിറ്റൽ ഈസ് റിഗാർഡഡ് ആസ് ലയബിലിറ്റി. ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേ ഇതിലാണ് പഠിച്ചത്? ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി, അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് അല്ലേ? അതും പഠിച്ചത്. സി, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ ഇതിൽ ഏതാണോ കുറവ് അത് വെച്ചിട്ടാണ്. ഏതാണ്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം. നെക്സ്റ്റ്, 2017 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 4 മാർക്കാണ് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇതിൽ ഏതാണ് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുള്ള ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ഉണ്ടോ? നെക്സ്റ്റ്, എവരി ട്രാൻസാക്ഷൻ വിൽ ഹാവ് 2 ആസ്പെക്ട്സ്. ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകളുണ്ട്. ഏതാണ്? കണ്ടോ? ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് ആൻസർ. സി, ഓൾ ബിസിനസ് ഇവൻറ്റ്സ് നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ടിങ്. എല്ലാ ബിസിനസ് ഇവൻറ്റ്സും നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. ഏതാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. എല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. ഇപ്പോൾ എഫിഷ്യൻറ്റ് മാനേജർ അപ്പോയിൻറ്റ് ചെയ്തു, നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റായിട്ട് നടക്കുന്നു, അത് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് മാത്രമാണ്? മണി മെഷർമെൻറ്റ് മാത്രം, മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാവുന്നത് മാത്രമാണ്. അപ്പോൾ എല്ലാ ഇവൻറ്റ്സിലും അപ്പോൾ ഏത് കോൺസെപ്റ്റാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് ആൻസർ. ഡി, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്.
അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ചായ്വുകളിൽ നിന്നും ചരിവുകളിൽ നിന്നും ഒക്കെ വിമുക്തമായിരിക്കണം അല്ലേ. എന്തിനകത്ത് അത് പറയുന്നത്? ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ. ഒബ്ജക്റ്റിവിറ്റിയിലാണ് നമ്മളത് പഠിച്ചത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫാക്ട് ദാറ്റ് എ ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ഇറ്റ്സ് ഓണർ ഈസ് ബെസ്റ്റ് എക്സംപ്ലിഫൈഡ് ബൈ ദി ഡാഷ് കോൺസെപ്റ്റ്. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണെന്ന് കണ്ടോ? സെപ്പറേറ്റ് ആണ്. ആരൊക്കെ? ഓണറും ബിസിനസ്സും. ഏത് കോൺസെപ്റ്റിലാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്? മണി മെഷർമെന്റ് ആണോ? അല്ല. ഗോയിങ് കൺസേൺ ആണോ? അല്ല. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ അല്ലേ? അതിലല്ലേ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. നമ്മൾ തുടക്കം മുതൽ പഠിക്കുന്നതാണ്. കോസ്റ്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജേഷ് ഈസ് എ മാനേജർ വിത്ത് ഗ്രേറ്റ് എക്സ്പെർട്ടൈസ് ഇൻ മാനേജ്മെന്റ് ആൻഡ് ലീഡിങ് ഹിസ് ഫെയിം വെരി വെൽ. രാജേഷ് എന്ന് പറയുന്നത് വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. തൻ്റെ സ്ഥാപനത്തെ വളരെ നന്നായിട്ട് അദ്ദേഹം നയിക്കുകയും ചെയ്യുന്നു. ബട്ട് ഹിസ് എക്സ്പെർട്ടൈസ് ഡസ് നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് ദി ഫെയിം. എന്നാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസിന് അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ഒരു സ്ഥാനമില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് കൊണ്ട് തന്നെ ആ ഫെയിമിന് നല്ല ലാഭം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഇത് കണക്കുകളിൽ വരുന്നില്ല. ഈസ് ഇറ്റ് ജെന്യുവൻ അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ അനുസരിച്ച് ഈ പ്രാക്ടീസ് ശരിയോ? തീർച്ചയായിട്ടും അല്ലേ. അക്കൗണ്ടിങ് റൂൾ അനുസരിച്ച് ഇത് ശരി തന്നെ. സ്റ്റേറ്റ് യുവർ ആൻസർ വിത്ത് ദ റീസൺ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് ശരിയാണെന്ന്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ് അല്ലേ. അതായത് നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന ഏത് മാത്രമേ ഉള്ളൂ? മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് 2016 സ്റ്റേറ്റ് ദ റെലവൻറ്റ് പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ്. ഓരോന്നിനും ആനുപാതികമായിട്ടുള്ള റെലവൻറ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിന് 1/2 മാർക്ക് വെച്ചിട്ടാണ്. ഓണർ ആൻഡ് ബിസിനസ് ഹാവ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി. റെക്കോർഡിംഗ് മോണിറ്ററി ഇവൻറ്റ്സ് ഒള്ളി. ഏതാണ്? മണി മെഷർമെൻറ്റ്. ബിസിനസ് ഹാസ് ഗോട്ട് ഇൻഡെഫിനിറ്റ് ലൈഫ്. ഗോയിങ് കൺസേൺ. Follow same accounting practices year after year. Consistency. 5th, stock is valued at a cost price or market price, whichever is less. Prudence or conservatism. 6th, compare expenses with the revenues of an accounting period. ഇപ്പോൾ ഒരു വർഷത്തെ എക്സ്പെൻസ് അതാത് വർഷത്തെ റവന്യൂമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഇതിനകത്താണ് മാച്ചിങ് കോൺസെപ്റ്റ്. Next, every transaction has 2 aspects which will be recorded in the books of accounts. ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകളുണ്ട്. അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് റെഫേർഡ് ടു എബോവ് ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഏതാണ് ഇവിടെ പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? ഏതാണ്? ഡ്യുവാലിറ്റി അല്ലേ. ഇതിനകത്ത് 2 ആസ്പെക്റ്റ് വരുന്നത് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. B. Narrate a transaction which affects only the asset side of an accounting equation. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അസറ്റ് സൈഡിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷന് ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അസറ്റ് സൈഡിനെ മാത്രമേ അഫക്റ്റ് ചെയ്യാവുള്ളൂ. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം, പർച്ചേസ് ഓർ സെയിൽ ഓഫ് അസറ്റ്. ഒരു മെഷീനറി ഓർ ഫർണിച്ചർ എന്തും ആയിക്കോട്ടെ, പർച്ചേസ് ഓർ സെയിൽ ഓഫ് അസറ്റ് ഫോർ ക്യാഷ് ₹50,000 ക്യാഷ് പർച്ചേസ് നടത്തുന്നു. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. അവിടെ ഒരു അസറ്റ്, പുതിയൊരു അസറ്റ് വരും. മെഷീനറിയോ ഫർണിച്ചറോ എന്താണോ വാങ്ങുന്നത്, വിൽക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു അസറ്റ് അവിടെ കുറയും, പകരം ഒരു അസറ്റ് അവിടെ വരും. വിൽക്കുമ്പോൾ ആണെങ്കിലോ മെഷീനറിയാണ് വിൽക്കുന്നതെങ്കിൽ മെഷീനറി എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടും. അതുപോലെ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ₹20,000 അല്ലേ. ക്യാഷ് കൊടുത്ത് നമ്മൾ ഫേമിലേക്ക് സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ ഫേമിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുകയോ ചെയ്യുമ്പോഴും ഒരു അസറ്റ് സൈഡിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓർ വിഡ്രോവൽ ഓഫ് ക്യാഷ് അല്ലേ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ വിഡ്രോവൽ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴും അസറ്റ് സൈഡിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യുക. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ചിങ് കോൺസെപ്റ്റ് ഏതാണ് ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? വെരിഫയബിൾ ആണോ? അല്ല. സാലറി ഔട്ട്സ്റ്റാൻഡിങ്
ഓക്കെ, മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ സാലറി കൊടുക്കാനുള്ളത്. ആ വർഷത്തെ കണക്കിൽ തന്നെ കാണിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് കൊടുക്കുവാനുള്ള സാലറി, അത് ആ വർഷത്തെ കണക്കിൽ തന്നെ നമ്മൾ കാണിക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ സാലറി അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് കോൺസെപ്റ്റാണ്? മാച്ചിങ് കോൺസെപ്റ്റാണ്. മണി മെഷർമെൻറ്റ് ഏതാണ്? എഫിഷ്യൻസി ഓഫ് ദി ലേബർ. ലേബറുടെ എഫിഷ്യൻസി നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറുണ്ടോ? ഇല്ല. ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? മണി മെഷർമെൻറ്റ്. ഇതിനെ നമുക്ക് മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൺസർവേറ്റിസം ഏതാണ്? കൺസർവേറ്റിസം അതിൻ്റെ എക്സാമ്പിൾ ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കൊടുക്കുന്നത് എന്ത് കോൺസെപ്റ്റ് പ്രകാരമാണ്? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റ് പ്രകാരമാണ്. പിന്നെ വൗച്ചേഴ്സ് ആൻഡ് ബിൽസ് ഏതിലാണ്? വേരിഫയബിൾ ഒബ്ജക്റ്റീവ് അല്ലേ? നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയാലും അതിന് സോഴ്സ് ഡോക്യുമെന്റ് വേണം അല്ലേ? അതായത് വൗച്ചറുകളും ബില്ലുകളും റെസിപ്റ്റുകളും മെമ്മോസും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലാണ് പഠിച്ചത്? വേരിഫയബിൾ ഒബ്ജക്റ്റീവ്. ക്ലിയർ? നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു ഇക്വേറ്റ് ദ അസറ്റ്സ് ഓഫ് എ ഫേം വിത്ത് ഇറ്റ്സ് ലയബിലിറ്റീസ്? അസറ്റ്സും ലയബിലിറ്റീസും ഇക്വേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പറയുന്നത് ഏതിനകത്താണ്? പലതവണ പറഞ്ഞു. ഏതാണ്? ഡ്യുവാലിറ്റി. ഇതിലേതാണ്? ഫുൾ ഡിസ്ക്ലോസർ ആണല്ല, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിലാണ് കേട്ടോ. ഇക്വേറ്റ് ദ അസറ്റ്സ് ഓഫ് ദ ഫേം വിത്ത് ലയബിലിറ്റീസ് ഏതാണ്? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ്, വിച്ച് അസംപ്ഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്യാപിറ്റൽ സപ്ലൈഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ഈസ് എ ലയബിലിറ്റി ടു ദ ബിസിനസ്? ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ വൺ ഓർ ടു സെന്റൻസ്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പം ഏതിനകത്താ പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ഇതിനകത്താ പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിലാണ്. നെക്സ്റ്റ്, ദ പോളിസി ഓഫ് ആൻറ്റിസിപ്പേറ്റിംഗ് നോ പ്രോഫിറ്റ് ഓർ പ്രൊവൈഡിംഗ് ഫോർ ഓൾ പോസിബിൾ ലോസ് അറൈസ് ഡ്യൂ ടു ദി കൺവെൻഷൻ ഓഫ് ഡാഷ്. കൺവെൻഷനോ പ്രിൻസിപ്പിൾസിനോ കോൺസെപ്റ്റെന്നോ ഒക്കെ ചോദിച്ചാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഇത് പറയുന്നത് കൺസർവേറ്റിസം. ഇപ്പം എത്ര തവണ പറഞ്ഞു? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. നെക്സ്റ്റ്, Newton's scientific theory tells that for every action there is an equal and opposite reaction. Identify the accountancy principle which is almost similar to this theory. ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതിനകത്ത് ആ ന്യൂട്ടന്റെ തിയറിയുമായിട്ട് സാമ്യമായിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാ? ഡ്യുവാലിറ്റി അല്ലേ? അതായത് ഓരോ ട്രാൻസാക്ഷനും രണ്ട് ഇഫക്റ്റ് ഉണ്ട് അല്ലേ? ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിലാണ് നമ്മളത് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടത് കൂടെ ഒരു എക്സാമ്പിൾ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000 ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൂടി കോട്ട് ചെയ്യുക. നെക്സ്റ്റ്, the transactions relating to the qualitative aspect of business are not recorded. Qualitative aspect not recorded. Identify the concept. ഏതാ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യാത്ത ആസ്പെക്ട്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, എ ഫേം ഡിസൈഡഡ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അറ്റ് 10% on debtors for the year 2012 to 13. Name the relevant accounting principles applied here and explain. കണ്ടോ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഏത് കോൺസെപ്റ്റിലാണ് ഇതിന്റെ ഏത് എക്സാമ്പിൾ ആയിട്ട് പഠിപ്പിച്ചത്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം. കണ്ടോ? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചോളണം, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. നെക്സ്റ്റ്, 2013 ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ റെലവെന്റ് ടു ദ ഫോളോയിങ് ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ആയിട്ട് റെലവെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? പ്രോഫിറ്റ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തന്നത് അവിടെ എഴുതിയെടുക്കാനൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഏതിനകത്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ. അതായത് ഒരു വർഷത്തെ പ്രോഫിറ്റ് അതാത് വർഷത്തെ എക്സ്പെൻസ്, റവന്യൂ എന്ന് പറയുന്നത് അതാത് വർഷത്തെ എക്സ്പെൻസ് കഴിച്ചിട്ടുള്ളതാണ് അല്ലേ? അത് ഏതിനകത്താണ്? മാച്ചിങ് പ്രിൻസിപ്പിളിനാണ്. നെക്സ്റ്റ്, എ ഫേം വാല്യൂഡ് ഇറ്റ്സ് സ്റ്റോക്ക് അറ്റ് എ ഹയർ മാർക്കറ്റ് പ്രൈസ് ദോ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് വാസ് ലോവർ. ഈസ് ദർ എനി വയലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ? ഒരു ഫേം സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിലാണ്, അറ്റ് എ ഹയർ മാർക്കറ്റ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അവർ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഈ ഹയർ മാർക്കറ്റ് പ്രൈസ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. കോസ്റ്റ് പ്രൈസ് അപ്പോൾ കുറവാണെന്ന് ഓർക്കണം. ഈസ് ദർ എനി വയലേഷൻ? ഇത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിൽ എന്തെങ്കിലും ലംഘനമുണ്ടോ ഇങ്ങനെ ചെയ്യുന്നതിൽ? ഐഡന്റിഫൈ ദ പ്രിൻസിപ്പിൾ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എങ്ങനെയാ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാവുള്ളൂ? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ അല്ലേ?
കുറഞ്ഞ പ്രൈസ് ഏതാണോ അതിലാണ് നമ്മൾ രേഖപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ അത് നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ വയലേഷനും ഉണ്ട്. അപ്പോൾ യെസ് എന്ന് കൊടുക്കണം. പിന്നെ ഏത് കോൺസെപ്റ്റിലാണ് ഇത് നമ്മൾ പറയുന്നത്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം അല്ലേ? പിന്നെ അതിൻ്റെ മീനിങ് എഴുതാനാണ്, അതറിയാമല്ലോ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ്സ് ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മിസ്റ്റർ ശ്രീനാഥ്, ഓണർ ഓഫ് ദി ബിസിനസ്, ഇൻവെസ്റ്റഡ് ₹10,000 ഇൻ ഹിസ് ബിസിനസ്. ബിസിനസിന്റെ ഓണറായ ശ്രീനാഥ് 10,000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. He is treated as a creditor of the business to the extent of ₹10,000 and his capital account is credited with the amount. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 10,000 രൂപ എന്ന് പറയുന്നത് വെച്ചിട്ട് അയാളെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ക്രെഡിറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഏത് കോൺസെപ്റ്റിലാണ് ബിസിനസ് ഓണറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? അതായത് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഏതിലാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിലില്ലേ? ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിലാണ്. നെക്സ്റ്റ്, ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് ഹാവ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. നമ്മൾ രേഖപ്പെടുത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ടാകണം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണം, ഇൻ എവിഡൻസ് ഓഫ് ഇറ്റ്, അതിന് തെളിവായിട്ട്. ഏതിലാ? വേരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി എന്നല്ലേ? വേരിഫയബിലിറ്റി എന്ന് എഴുതിയാലും ശരിയാ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി, അല്ലെങ്കിൽ രണ്ടോടെ ചേർത്ത് വേരിഫയബിലിറ്റി ഒബ്ജക്റ്റിവിറ്റി എന്ന് അങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. സി, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഞാനിനി അത് പറയുന്നില്ല, പറഞ്ഞു മടുത്തു, അറിയാമല്ലോ. പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം. നെക്സ്റ്റ്, എ ഫേം പർച്ചേസ്ഡ് പെൻ ആൻഡ് പേപ്പർ വെയ്റ്റ് and include these items under the head stationery. Identify the relevant accounting principle. ഒരു ഫേം പെന്ന്, പേപ്പർ വെയ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. അതിനെ സ്റ്റേഷനറിയുടെ ഹെഡിലാണ് എഴുതിയിരിക്കുന്നത്. ഏതാണ് ഇവിടെ പറയുന്ന റെലവൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? ഓർക്കുന്നില്ലേ? ഏതാണ്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ അല്ലേ? അപ്പോൾ ഈ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റേഷനറി വാങ്ങിച്ചതെല്ലാം ഐറ്റംസ്, നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം സ്റ്റേഷനറി പർച്ചേസ് എന്ന് പറയുന്ന ഹെഡിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതെല്ലാം നമ്മുടെ അസറ്റായിട്ട് അവിടെ ഓരോന്ന് എഴുതി വെക്കണ്ടോ? ഇല്ല. അവിടെ പെന്ന്, അത് മൊത്തം എത്ര പെന്ന്, ഇപ്പോൾ ഇത്ര പെന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത്ര എണ്ണം പേപ്പർ എന്നൊന്നും എഴുതുന്നില്ല. നമ്മൾ പെന്ന്, പേപ്പർ വെയ്റ്റ്, കവേഴ്സ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത് നമ്മൾ സ്റ്റേഷനറി പർച്ചേസ് എന്നുള്ളൊരു ഒറ്റ ഹെഡിൽ നമ്മൾ എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്? മെറ്റീരിയാലിറ്റി. അതായത് നമ്മൾ മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഇമ്മെറ്റീരിയൽ ഫാക്ട്സ് നമ്മൾ അവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിനാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മിസ്റ്റർ സുരേഷ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഹി യൂസ്ഡ് ഹിസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ വർത്ത് ₹10,000 in the business. So he decided no depreciation need to be charged as he didn't purchase the furniture from outside. Whether his decision is correct or not. സുരേഷ് ഒരു ബിസിനസ് ആരംഭിച്ചു. ഹി യൂസ്ഡ് ഹിസ് ഹൗസ് ഹോൾഡ് ഫർണിച്ചർ വർത്ത് ₹10,000 in the business. ബിസിനസ് ആരംഭിച്ചപ്പോൾ തൻ്റെ വീട്ടിൽ കടന്ന ഒരു ഫർണിച്ചർ, 10,000 രൂപയുടെ വിലയുള്ള ഒരു ഫർണിച്ചർ ആണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അവൻ ആ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നു. അത് ശരിയാണോ? അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ശരിയാണോ? ശരിയല്ല അല്ലേ? ഫിക്സഡ് അസറ്റാണ് ഫർണിച്ചർ, അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അത് നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ പിന്നെ അത് ബിസിനസ്സിൻ്റെ അസറ്റായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് കൊടുക്കണം? ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത് തന്നെയാണ്. ക്ലിയർ? നെക്സ്റ്റ്, പ്രീമിയർ ലിമിറ്റഡ് സപ്ലൈസ് സ്റ്റേഷനറീസ് ടു ABT ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ് അസ്യൂമിംഗ് ദാറ്റ് ദേ ക്യാൻ റിയലൈസ് ദ എമൗണ്ട് ഇൻ ദ ഫ്യൂച്ചർ പീരിയഡ്. നെയിം ദ റെലവൻറ്റ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. പ്രീമിയർ ലിമിറ്റഡ് ABC ലിമിറ്റഡിന് കുറച്ച് സ്റ്റേഷനറീസ് സപ്ലൈ ചെയ്തു. ക്രെഡിറ്റിലാണ്. അവർ കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്, പിന്നീട് ഫ്യൂച്ചർ പീരീഡിൽ ആ എമൗണ്ട് വാങ്ങിച്ചെടുക്കാം. ഇപ്പോൾ ക്രെഡിറ്റിൽ കൊടുത്തത് നമുക്ക് പിന്നീട് അത് വാങ്ങിച്ചെടുക്കാമെന്നൊരു അസംഷനിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നെയിം ദ റെലവൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഏതാണ് ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ എന്താ ചിന്തിച്ചിരിക്കുന്നത്? ബിസിനസ് കണ്ടിന്യൂ
തുടർച്ചയായിട്ട് അല്ലേ പിന്നീടുള്ള സമയങ്ങളിൽ നമുക്കത് ഈടാക്കി എടുക്കാം. ഏത് കോൺസെപ്റ്റിലാണ്? ഗോയിങ് കൺസേൺ ഉണ്ടോ? ദേ ക്യാൻ റിയലൈസ് ദ എമൗണ്ട് ഇൻ ഫ്യൂച്ചർ. അതായത് ബിസിനസ് ഉടനെ ഒന്നും നിർത്തില്ല. ഫ്യൂച്ചറിൽ ഇപ്പം കടത്തിൽ കൊടുത്തെന്നാലും 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ പൈസ വാങ്ങിച്ചെടുക്കാം. അപ്പോൾ ഈ ഗോയിങ് കൺസേൺ ബിസിനസ് തുടർന്ന് പോകുമെന്നൊരു കോൺസെപ്റ്റിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, റവന്യൂ ഈസ് ജനറലി റെക്കഗ്നൈസ് ബീങ് ഏൺഡ് അറ്റ് വെൻ ഡാഷ്. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴാണോ? അല്ലല്ലോ. ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോഴാണോ? അതുമല്ല. എപ്പോഴാണ്? സെയിൽസ് ഈസ് എഫക്റ്റഡ്. മുമ്പേ ഇതിൻ്റെ എക്സാമ്പിൾ കോട്ട് ചെയ്തുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ വന്നില്ലായിരുന്നോ? സെയിൽസ് എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഡാഷ് പ്രിൻസിപ്പിൾ frequent changes in accounting policies adversely affect the reliability of financial information. ഏത് തത്വം അനുസരിച്ചാണ് അക്കൗണ്ടിങ് പോളിസീസ് ഫ്രീക്വൻ്റ് ആയിട്ട് തുടരെ മാറ്റം വരുമ്പോൾ, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്നത്? അക്കൗണ്ടിങ്ങിൽ പിന്തുടരുന്ന നയങ്ങൾ തുടരെ മാറ്റുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ? ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് അത് പാടില്ല. അത് പറയുന്നത് ഏത് പ്രിൻസിപ്പിളിലാണ്? കൺസിസ്റ്റൻസി. അതായത് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിസീസും പ്രാക്ടീസും സ്ഥിരമായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളിലാണ് അത് പറയുന്നത്. നെക്സ്റ്റ്, എ മെഷീനറി വാസ് പർച്ചേസ്ഡ് ഫോർ ₹10,000, spent ₹1,000 for its installation. The market value of the machinery is ₹15,000. The cost that should be recorded is dash. 10,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചു. 1,000 രൂപ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്, അത് സ്ഥാപിക്കുന്നതിനും ചിലവാക്കി. മെഷീനറിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ഏത് വിലയാണ്? ഇതിൽ ഓർക്കുന്നില്ലേ? ഏതാണ്? കോസ്റ്റ് പ്രൈസാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ മെഷീനറിയുടെ ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഈ മെഷീനറിയുടെ വാല്യൂ മാത്രം മതി, അക്വയർ ചെയ്യുന്ന വാല്യൂ മാത്രം പോരാ, അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജായ 1,000 വരണം. അപ്പം ഇതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഇതിൻ്റെ അകത്ത് വന്നേനെ കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഏതൊരു വാല്യൂ ആണ് രേഖപ്പെടുത്തേണ്ടത്? ഈ 10,000 പ്ലസ് 1,000 11,000 ആണ് നമ്മൾ കോസ്റ്റായിട്ട് കാണിക്കേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ്, revenue from the sale of products ordinarily reported as part of the earning in the period when revenue എപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? the sale is made, no doubt. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Duality is one of the important principles of accounting. The receiving aspect of transaction is called dash and giving aspect of transaction is called dash. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഏതെന്ന് പറയുന്നത്? ഡ്യുവാലിറ്റി. അതിലെ റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏത് ആസ്പെക്റ്റ് എന്നാണ് വിളിക്കുന്നത്? റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റും ഗിവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റുമായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഗ്രാഹ്യം കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഏകദേശം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. അത് ഒരുപാട് എഴുതാനൊന്നുമില്ല. നമ്മൾ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഭംഗിയായി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.